വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, രണ്ട് പ്രധാന പരിപാടികളാണ്, പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. മലബാർ ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ലോഞ്ചിങ്ങും റാസിൽ ഡാസിൽ എന്ന് പേരുവെച്ച ആനുവൽ ഡേയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ നീറ്റ് എൻട്രൻസ് എക്സാം രംഗത്ത് മുൻനിരയിലേക്ക് വന്ന ഒരു കൂട്ടം യുവ ഡോക്ടർമാരുടെ പദ്ധതിയാണ് ഡോപ്പ. ഡോപ്പയെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഹോർഡിങ്ങുകളിലാണ്, അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ ഇവിടെയൊക്കെ കാണാം, ഞാൻ ഡോക്ടറാകും കാരണം എൻ്റെ കോച്ച് ഡോക്ടറാണ്. അത് വളരെ നീതിയോട് കൂടിയിട്ടുള്ളൊരു അഡ്വർടൈസ്മെന്റാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഡോപ്പ വന്ന സമയത്ത് ഡോപ്പയുടെ എക്സ്പാൻഷൻ വരുന്നത് ഡോക്ടേഴ്സ് ഓൺ പ്രിപ്പ് അക്കാഡമി എന്നുള്ളതാണ്. ഡോപ്പയുടെ പ്രത്യേകത ആദ്യത്തെ 2 വാക്കുകളിലുണ്ട്. ഡോക്ടേഴ്സ് ഓൺ ആണ്. ഒരു കൂട്ടം ഡോക്ടർമാർ തന്നെ നടത്തുന്ന പദ്ധതിയാണ് നടത്തുന്നത്. സാധാരണ ഡോക്ടർമാരായി കഴിഞ്ഞാൽ ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷനിൽ ആ ഒരു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ യുവ ഡോക്ടർമാർ ഔട്ട് ഓഫ് ദി ബോക്സിനപ്പുറം ചിന്തിച്ചു, വ്യത്യസ്തമായി ചിന്തിച്ചു. സമൂഹത്തിന് അവരുടെ സർവീസ് മറ്റൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചു. അത്തരമൊരു ആലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചിച്ചുകൊണ്ട് പിറവിയെടുത്തതാണ് ഡോപ്പ. അപ്പൊ അതാണ് ഡോപ്പയുമായി നമ്മൾ സഹകരിക്കാനുള്ള, അക്കാദമിക ധാരണയിലെത്താനുള്ള കാരണം എന്നർത്ഥം. നമുക്ക് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഡോപ്പയുമായുള്ള ഈ അക്കാദമിക സഹകരണം വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. തൊട്ടു മുമ്പ് ഈ വർഷം ഡ്രീം ദം എന്നുള്ളൊരു പ്രോജക്റ്റ് ഡോക്ടർ പി സുരേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ വരുന്ന ഏകദേശം ഇതുപോലെയുള്ള മറ്റൊരു പ്രൊജക്റ്റാണ് ഡ്രീം ദം. അതില് ഇന്ത്യയിലെ ഒരുപാട് കുട്ടികൾ എഴുതിയതിൽ ആദ്യത്തെ 10 കുട്ടികളിൽ നമ്മുടെ മക്കളുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡോപ്പക്കും അതുപോലെ മലബാറും ഒരേ സമയം ഉപകാരപ്പെടുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് നമ്മുടെ ആനുവൽ ഡേ, റാസിൽ ഡാസിൽ എന്ന പേരിലുള്ള ആനുവൽ ഡേ ആണ്. ഈ വർഷത്തെ ആനുവൽ ഡേയുടെ ഒരു പ്രത്യേകത, സാധാരണ ഒരുപാട് ആനുവൽ ഡേയിലുള്ള എല്ലാ പരിപാടികളും അതോടൊപ്പം തന്നെ ചില പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ ഈ ആനുവൽ ഡേയിൽ പരീക്ഷണാർത്ഥം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2-3 പ്രോഗ്രാമുകളുടെ സാമ്പിൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് ഇംഗ്ലീഷ് ഇവന്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കുകയാണ്. കുട്ടികൾക്ക് ടോപ്പിക് കൊടുത്തിട്ടുള്ളത് മലബാറിന്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി ഇവിടെ മോക്ക് ആയിട്ട് അവതരിപ്പിക്കാനാണ്. ദേശീയ അന്തർദേശീയ ഗസ്റ്റുകൾ ആ പരിപാടികൾ ഉണ്ടാകും. എല്ലാം കുട്ടികൾ തന്നെ മോക്കായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്, പരിപാടിയാണ് ഇംഗ്ലീഷ് ഇവന്റ് മാനേജ്മെന്റ്. വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ക്ലിക്ക് ആൻഡ് ടോക്ക് ആണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ പിറകിൽ പ്രത്യക്ഷപ്പെടുന്ന, ബോർഡിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ക്ലിക്ക് ആൻഡ് ടോക്ക്. അതുപോലെ മിസ് ടോക്ക്, ടെഡ് ടോക്ക് എന്നുള്ള ആശയത്തിൽ നിന്ന് ചുവട് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് മിസ് ടോക്ക്, മലബാർ ഇന്റർനാഷണൽ സ്കൂൾ ടോക്ക്. അതുപോലെ ഇംഗ്ലീഷ് ട്രിവിയ, ഇംഗ്ലീഷിലെ രസകരമായിട്ടുള്ള, ഓരോ ഭാഷക്കും അതിന്റെ രസങ്ങളുണ്ട്. അത്തരം രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു കിസ് സ്റ്റൈലിലെ ഒരു പെർഫോമൻസ് ആണ് ഇംഗ്ലീഷ് ട്രിവിയ. ഇങ്ങനത്തെ പല പദ്ധതികൾ, പല പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ഈ വർഷത്തെ ആനുവൽ ഡേ. കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കുന്ന സമയത്തിനപ്പുറം ഭാവിയിൽ കൂടി ഉപകാരപ്പെടുന്ന പരിപാടികളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 പരിപാടിയിലേക്കും എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.